ഓ, നേരം വെളിച്ചായപ്പോൾ തുടങ്ങിയതാണ് ഈ ഫോൺ കോൾ. ചറ പറന്ന കോൾ വരണേ. പിള്ളേരായിക്കഴിഞ്ഞാൽ സ്നേഹിക്കും, ഒളിച്ചോടും, കല്യാണം കഴിക്കും. ഇതിപ്പോൾ നമുക്കില്ലാത്ത വിഷമമാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും. ബന്ധുക്കൾക്കാണ് കൃമികടി മുഴുവനും. അളിയനാ. ഹലോ അളിയ എന്തെടുക്കുക അവിടെ? ഞാനിവിടെ അണ്ടിയുടെ തൊണ്ട് കളഞ്ഞ് കുരു എടുക്കുക. എന്താ കൂടുന്നോ? മോളെ ഒളിച്ചോടി പോയിന്ന് കേട്ടല്ലോ. കാലുള്ളൊരു ഓടും ചാടും, അല്ലാണ്ട് നിൻ്റെ മാതിരി ഞൊണ്ടി കിടക്കണോ? അതല്ല, മോള് ഒരാളുടെ കൂടെ പൊറുക്കാൻ പോയിന്ന് കേട്ടല്ലോ. അയ്യോ, നീ അപ്പോൾ ഇത് ഇതുവരെ അറിഞ്ഞില്ലേ? ഇന്നലെ ഏഷ്യാനെറ്റിൽ സുപ്രഭാതം പരിപാടിയിൽ സുരേഷ് കുമാർ പറഞ്ഞു എന്ന് നീ കേട്ടില്ലേ? അളിയ കളിയാക്കാൻ പറ്റേ? ചെക്കൻ്റെ കുടുംബത്തെക്കുറിച്ചും തറവാട്ട് മഹിമയെക്കുറിച്ചും വല്ലതും അന്വേഷിച്ചായിരുന്നു? എങ്ങനെ എന്ത് മഹിമ? തറവാട്ട് മഹിമ. അയ്യടാ, ഒരു കോപ്പില മഹിമ. എടാ, നിൻ്റെ തറവാടിൻ്റെ മഹിമേനെക്കുറിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എടാ, കല്യാണം കഴിഞ്ഞ ഉടനെയല്ലേ നീ നിൻ്റെ കെട്ടിയോളെ, അതായത് എൻ്റെ പെങ്ങളെ, ആ കള്ള് ഷാപ്പിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി ഉണ്ണിയപ്പം വിൽക്കാനിരുത്തിയത്? അതല്ലേ നിൻ്റെ മഹിമ? എടാ, ഗൾഫിൽ പോയി പിള്ളേരൊക്കെ ഗൾഫിൽ പോയി 4 കാശുണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ടേ അതിനെ തറവാട്ട് മഹിമ എന്ന് പറയാൻ പറ്റില്ല കേട്ടാ. അതേ, ദുബായ് മഹിമ. എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ കേട്ട്. എടാ, അവനെ കറുപ്പാണെങ്കിലും കാണാൻ കൊള്ളാം, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, സർക്കാർ ജോലിയുണ്ട്. എൻ്റെ മോളെടുത്ത തീരുമാനം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അതല്ല മറിച്ചാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും കൂടി നിൻ്റെ വീട്ടിൽ വന്ന് അങ്ങോട്ട് പൊറുക്കാം. എങ്ങനെയുണ്ട്? ഹലോ അളിയോ ഹലോ. പുള്ളി വെച്ചിട്ട് പോയെന്ന് തോന്നണേ, തടിയപ്പി.